അദ്ദേഹം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണ് തൃത്താലയിൽ പിന്നീട് ജയിച്ച് MLA ആയത്. അത് അദ്ദേഹം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൃശ്ശൂരിൽ നടത്തിയ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. പക്ഷേ മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കര നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു നിയമക്കുരുക്കുണ്ട്. ആ നിയമക്കുരുക്കിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒരു നിയമസഭാ അംഗം അതിനേക്കാൾ ഉപരിയായി കേരള മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ കൂടിയായ തൃത്താല MLA ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് വസ്തുതകൾ മനസ്സിലാക്കാതെയല്ല. അദ്ദേഹം 2 തവണ നിയമസഭയിൽ വടക്കാഞ്ചേരിയിലെ നിലവിലുള്ള MLAക്ക് നൽകിയ സബ്മിഷന്റെ മറുപടി അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. പിന്നീട് വീണ്ടും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് ഇതിനെതിരെ പരാതി കൊടുത്ത വടക്കാഞ്ചേരിയിലെ മുൻ MLA തോറ്റ് വീട്ടിലിരിക്കുകയാണ് എന്ന് കളിയാക്കി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ സാധാരണയാണ്. സ്ഥിരമായി ജയിക്കുന്ന ഒരാളാണ് രാജേഷ് എങ്കിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാം. അദ്ദേഹം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണ് തൃത്താലയിൽ പിന്നീട് ജയിച്ച് MLA ആയത്. അത് അദ്ദേഹം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ വരുമ്പോൾ അന്ന് 2021 എന്നെ തോൽപ്പിച്ച ആളുകൾ എന്നെ വീണ്ടും ജയിപ്പിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയതിന് ശേഷമാണ് ഞാൻ രാജേഷിന് മറുപടി പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനിലക്കരയല്ല രാജേഷിന് മറുപടി പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിലെ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 73-74 അമെന്റ്മെന്റുകളുടെ ഭാഗമായി ഭരണഘടനാ പരിരക്ഷയുള്ള അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ അനിലക്കരയാണ് രാജേഷിന് മറുപടി പറയുന്നത്. ഇത് കാവ്യനീതിയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രകൃതി തന്നെ നൽകുന്ന മറുപടിയാണ്. എനിക്ക് 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള യോഗ്യതയുണ്ട്. ഈ പറയുന്ന MP രാജേഷിന് ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ 100 ദിവസത്തിൽ കൂടുതൽ ജനപ്രതിനിധിയായി തുടരാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 100 വർഷത്തെ കാലാവധി കണക്കാക്കി വേണം അദ്ദേഹം ഈ വിഷയങ്ങളിൽ മറുപടി പറയാൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ നൽകിയ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്ക് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒറ്റ ചോദ്യം ഇതാണ്: ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്കുള്ളത്? ഞാൻ രാജേഷിനെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസ് ക്ലബിൽ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് നമുക്ക് സംവാദം നടത്താം. ഞാൻ നൽകിയ ഏതെങ്കിലും കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സമയത്ത് ആ കേസ് പിൻവലിച്ച് മാപ്പ് പറയാനും ആ കേസ് പിൻവലിക്കാനും ഞാൻ തയ്യാറാണ്. MP രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വടക്കാഞ്ചേരിയിലെ മുൻ UDF MLA ആയ ഞാനും ഇപ്പോഴത്തെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിലക്കര നൽകുകയാണ്. ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ നിയമക്കുരുക്കിൽ കെടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാൽ ആ കേസ് ഞാൻ ഇവിടെ വെച്ച് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മാപ്പ് പറയും.